നമുക്ക് ആരംഭിക്കാം. ഒരു കാലഘട്ടത്തിൽ 1960-കൾക്ക് ശേഷം കേരളത്തിലെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും തൊഴിലും തേടി പൊയ്ക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ് ജർമ്മനി. അവിടെ ചെന്നപ്പോൾ അവർക്ക് പലർക്കും ജോലി കിട്ടി നാട്ടിൽ നല്ല രീതിയിൽ അവർ ജീവിതം കെട്ടിപ്പടുത്തു. മധ്യ തിരുവിതാംകൂറിലെ പല ക്രിസ്ത്യൻ കുടുംബങ്ങളും സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചത് ആ കാലഘട്ടത്തിൽ നേഴ്സിംഗ് പഠനത്തിന് ജർമ്മനിയിൽ പോയ കുട്ടികൾ അയച്ചു കൊടുത്ത രൂപ വാങ്ങിക്കൊണ്ടാണ്. പിന്നീട് അമേരിക്കയിലേക്കും അതുപോലെ UK-യിലേക്കും പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്കും പോയ അയർലൻഡ്, സ്വിറ്റ്സർലൻഡ് എന്ന് വേണ്ട ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി നേഴ്സുമാർ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചക്രവാളം ഒന്ന് തിരിയുകയാണ്. ആ രാജ്യങ്ങളിൽ നിന്നും ഒരു തിരിച്ചുപോക്കിലേക്ക് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോഴാണ് ജർമ്മനി വീണ്ടും നമ്മളെ മാടി വിളിക്കുന്നു. ജർമ്മനിയിലേക്ക് ഏതാണ്ട് 5 ലക്ഷം വിദ്യാർത്ഥിനികളെ നേഴ്സിംഗ് പഠനത്തിനായി ആവശ്യമുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതിന് അവരെ സജ്ജമാക്കുന്ന ഒരു വിദ്യാലയമാണ് സംഗതി. മാരാരിക്കുളത്തിനടുത്തുള്ള സംഗതിയിലേക്ക് അതിൻ്റെ ഡയറക്ടർ ഫാദർ ആൻ്റണി ജേക്കബ് പോയ ഒരു അഭിമുഖത്തിനായി നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാം. OSലേക്ക് സ്വാഗതം. ഞാനിവിടെ വരുമ്പോൾ ഇത് എന്തുവാണ് കാണുന്നത്? വല്ലാത്ത ഒരു അലങ്കാരങ്ങളും ഭയങ്കര ആഡംബരവും വിധാനിപ്പും ഒക്കെ ആയിട്ട് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? സാറേ, കഴിഞ്ഞ ദിവസം ഒരു ജർമ്മൻ സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ 10,000-ഓളം സ്റ്റുഡൻസും പേരൻസും പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വന്ന ചില ക്രമീകരണങ്ങളാണ്. കേരളത്തിൽ നിന്നുള്ള ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് വന്നത്? കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുണ്ട്. കൂടാതെ കേരളത്തിന് പുറത്തുനിന്നും സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുമുണ്ട്, പുതുതായിട്ട് വരുന്നുമുണ്ട്. 600-ഓളം കുട്ടികൾ പങ്കെടുത്തു എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഏതൊക്കെ വിഭാഗങ്ങളിൽ അഡ്മിഷൻ കിട്ടാനായിരിക്കും ഇവർക്ക് സാധ്യത? ജർമ്മനിയിൽ ഇവരെന്ത് പ്രൊഫഷന് വേണ്ടിയാണ് സത്യത്തിൽ വന്നിരിക്കുന്നത്? ഈ സ്റ്റുഡൻസിൽ കൂടുതൽ പേരും ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി വന്നവരാണ്. നേഴ്സിംഗ് കൂടാതെ IT സ്പെഷ്യലൈസ് ചെയ്യാനായിട്ടും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പഠിക്കാനും കൂടെ അവസരമുണ്ട്. നമ്മൾ 3 കോഴ്സുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ജർമ്മനിയിൽ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പ്രവാസികളായി വിദേശത്ത് ജോലി നേടിപ്പോയത് ജർമ്മനിയിലാണെന്നാണ് എൻ്റെ അറിവ്. അത് ഏതാണ്ട് 1960-കളിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരു 4 ശമ്പളം കേരളത്തിലെ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക് വന്നിരുന്നത് ജർമ്മനിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അതിശോക്തിയുണ്ട്. സാറേ, അത് 1962-ലാണ് ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്ക് നഴ്സിംഗിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് പോകുന്നത്. അത് ചങ്ങനാശ്ശേരിയുടെ അതിരൂപത മെത്രാനായിരുന്ന കാവുകാട് തിരുമേനിയാണ് ആദ്യമായിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നത്. ആദ്യത്തെ ബാച്ചൊക്കെ പോകുന്നത് കപ്പലിലായിരുന്നു. അതെന്ത് സാഹചര്യത്തിൽ അങ്ങനെ പിതാവ് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്? പിതാവ് 1961 ജർമ്മനിയിലെ അദ്ദേഹം കുറച്ചാളോ ആശുപത്രിയിലെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ചെലവഴിച്ചു. ആ സമയത്താണ് അദ്ദേഹം ജർമ്മനിയിൽ നഴ്സുമാരുടെ വലിയ കുറവുണ്ടെന്ന് തിരിച്ചറിയുകയും തിരിച്ചു വന്ന അദ്ദേഹം ജർമ്മനിയിലേക്ക് കൂടുതൽ നേഴ്സിംഗ് പഠിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗമായിട്ട് അതിരൂപതയിൽ നിന്ന് ആദ്യ ബാച്ചുകൾ വിടുകയും ചെയ്തു. അതാണ് തുടക്കം. അങ്ങനെയാണ് കേരളത്തിലെ നേഴ്സിംഗ് പഠിക്കാനും നേഴ്സുമാർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നമ്മുടെ പെൺകുട്ടികൾ പോകുന്നു. അപ്പൊ ഞാൻ മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയായിരുന്ന കാവുകാട്ട് പിതാവ് വിടണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഏരിയയിൽ നിന്നായിരിക്കും പോയി തുടങ്ങിയിരിക്കുന്നത് അല്ലേ? അതെ. ആ കാലഘട്ടത്തിൽ അന്ന് 4 ശമ്പളമാണ് മേടിച്ചെങ്കിൽ ഇന്ന് എത്ര ശമ്പളത്തിലായിരിക്കും അവിടെയുള്ളവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലി ചെയ്യുന്നത്? ഇന്ന് നേഴ്സുമാർക്ക് ക്വാളിഫൈഡ് നേഴ്സുമാരാണെങ്കിൽ അവർക്ക് 2,800 യൂറോ തൊട്ട് 3,500 യൂറോ വരെ കിട്ടുന്ന നേഴ്സുമാർ. ഇന്ത്യൻ കറൻസി ഏകദേശം നമുക്കൊരു 2.5 ലക്ഷം രൂപ തൊട്ട് 3.5 ലക്ഷം രൂപ വരെ ഉള്ള റേഞ്ചിലാണ് നേഴ്സുമാരുടെ ശമ്പളം ഇപ്പോഴും ജർമ്മനിയിൽ. 1994 ജർമ്മനിയിൽ സ്ഥാപിതമായ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അല്ലേ സംഗതി? അതെങ്ങനെ മാരാരിക്കുളത്തെത്തി? സാറേ, 1994 ജർമ്മനിയിൽ സംഗതി തുടങ്ങുന്നത് ഞാനും എൻ്റെ 7 ജർമ്മൻ സുഹൃത്തുക്കളും ചേർന്നാണ്. അത് 2000 ആണ്ടിൽ ഞങ്ങൾ അതിൻ്റെ ഇന്ത്യൻ ഘടകം തുടങ്ങിയപ്പോഴാണ് ഇന്ത്യയിൽ സംഗതി ഇന്ത്യ ഉണ്ടായത്. അതേസമയം 2002 ഇറ്റലിയിലും പിന്നെ 2005 ഓസ്ട്രിയയിലും ഇതുപോലെ തന്നെ സംഗതിയുടെ ഇറ്റാലിയൻ ഘടകവും
ഓസ്ട്രിയൻ ഘടകവും അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അങ്ങനെ 4 രാജ്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. സമഗതി ആരംഭിച്ചത് ഇവിടെ തന്നെ, ഈ പ്ലേസിൽ തന്നെയാണോ അച്ഛൻ ഇപ്പോൾ ഇരിക്കുന്നത്? ഇന്ത്യയിൽ ഇവിടെയാണ്, എന്നാൽ ജർമ്മനിയിൽ മ്യൂണിക്കിനടുത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ പഠിക്കാൻ മിനിമം യോഗ്യത എന്താ വേണ്ടത്? +2 കഴിഞ്ഞ് വരുന്ന ഏത് വിദ്യാർത്ഥിക്കും 23 വയസ്സിൽ താഴെ പ്രായമാണെങ്കിൽ ഇവിടെ അപേക്ഷിക്കാവുന്നതാണ്. അവരുടെ എത്ര നാളത്തെ കോഴ്സ് ഇത്? 9 മാസത്തെ ജർമ്മൻ ഭാഷാ പഠനവും തുടർന്ന് 3 വർഷം ജർമ്മനിയിൽ നഴ്സിംഗ് പഠനവും, അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുവാൻ ഇവിടെ പ്രത്യേക സംവിധാനമുണ്ടെന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് ജർമ്മനി പോലത്തെ രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ പഠിക്കുന്ന കാശ് മാത്രം പോരാ, അങ്ങോട്ട് പോകണമെങ്കിലും ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ ഇവിടെ അതെങ്ങനെയാണ് ഫാദർ സ്വരൂപിക്കുന്നത്? കുട്ടികൾ ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 5 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. അതിൽ 3 ലക്ഷം ഇവിടെ പഠിക്കുന്ന കാലയളവിൽ ഇന്ത്യയിലും, തുടർന്ന് 2 ലക്ഷം രൂപ നമ്മൾ ജർമ്മനിയിൽ അഡ്മിഷനും മറ്റെല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലവ് വരുന്നത്. അത് സാധാരണ വിദ്യാർത്ഥികൾക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് അത് അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് സംഹതിയുടെ തന്നെ ഭാഗമായിരിക്കുന്ന ഒരു ജനകീയ ബാങ്കിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു നിധി കമ്പനിയുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റുഡൻസിന് പണമില്ലെങ്കിലും പഠിക്കാനും ജർമ്മനി ചെന്ന ശേഷം മാത്രം തിരിച്ചടവ് നടത്തുന്ന രീതിയിലുള്ള ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വളരെ വലിയൊരു സപ്പോർട്ടാണ്. അതിന് ഇൻട്രസ്റ്റ് ചാർജബിൾ ആണോ? അതിന് പലിശ ആ ബാങ്കിങ് നിയമപ്രകാരമുള്ള, നിലവിലുള്ള നിയമപ്രകാരമുള്ള പലിശ അത് ചാർജ് ചെയ്യും. അതിനെന്തെങ്കിലും നിയമപരമായ പ്രോപ്പർട്ടി നൽകുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി തരികയോ ആവശ്യമുണ്ടോ? ആദ്യത്തെ ലോൺ, അതായത് ഇവിടെ പഠിക്കുന്ന സമയത്ത് എടുക്കുന്ന ലോൺ ആണെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിലുള്ളൊരു കൊളാറ്ററൽ സെക്യൂരിറ്റി വേണം. എന്നാൽ രണ്ടാമത്തെ ലോൺ എന്ന് പറയുന്നത് പേഴ്സണൽ ലോണാണ്. മൂന്നാമത്തെ ലോൺ പേഴ്സണൽ ലോണാണ്. രണ്ടാമത്തെ ലോൺ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ സംബന്ധമായിട്ട് പല സ്ഥലങ്ങളിൽ പോയി പരീക്ഷ രജിസ്റ്റർ ചെയ്യാനും എഴുതാനും വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതാണ് രണ്ടാമത്തെ ലോൺ. മൂന്നാമത്തെ ലോൺ ജർമ്മനിയിലേക്ക് പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള മറ്റു ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ 2 ലോണുകൾക്കും സെക്യൂരിറ്റി വേണ്ട. ആദ്യത്തെ ലോണിന് മാത്രം സെക്യൂരിറ്റി മതി. അങ്ങനെയാകുമ്പോൾ ഈ കുട്ടികൾ എന്നു മുതലേ തിരിച്ചടയ്ക്കേണ്ടത് നമുക്ക്? ജർമ്മനി ചെന്ന് അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടി തുടങ്ങുന്ന സമയം തൊട്ട് അവരടച്ചാൽ മതി. കാരണം ജർമ്മനി ചെല്ലുന്ന ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിന് ഏകദേശം 1 ലക്ഷത്തിലധികം രൂപ സ്റ്റൈഫൻഡ് കിട്ടും. അതിൽ നിന്നും വളരെ നിസ്സാരമായിട്ട് ആ ലോൺ തിരിച്ചടവ് 1 വർഷം കൊണ്ട് തന്നെ തീർക്കാൻ സാധിക്കും. എത്ര നാളുകൾക്ക് ശേഷമായിരിക്കും അവർക്ക് അവിടെ നിന്ന് ഈ സ്റ്റൈഫൻഡ് കിട്ടി തുടങ്ങുന്നത്? ചെന്ന് 1 മാസം കഴിയുമ്പോൾ തൊട്ട് അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അവിടെ ഈ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ഹോസ്പിറ്റലുകളിൽ ചെന്നാലേ ഈ സ്റ്റൈഫൻഡ് കിട്ടുകയുള്ളതും പ്രൈവറ്റ് കിട്ടിയാലെന്നൊക്കെ പറയുന്ന ഒരു അപവാദം അല്ലെങ്കിൽ ഒരു കിൻവദന്തി പരക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഫാദർ പറയുന്നത്? അത് തികച്ചും തെറ്റായൊരു ധാരണയാണ്. കാരണം ജർമ്മനിയിലെ പ്രൈവറ്റ് കമ്പനികളുടേതാകാം, ഗവൺമെൻറ്റിൻ്റെ ആകാം, ഏത് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഹൈമുകളിൽ എവിടെയാണെങ്കിലും ഈ പ്രോഗ്രാമിന് ചെല്ലുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരേ നിയമമാണ് ബാധകം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും പ്രൈവറ്റിൻ്റെ ആണെങ്കിലും കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അതിൽ തുകയിലും വ്യത്യാസം ഉണ്ടാകില്ല, ഒരേ തുക തന്നെയായിരിക്കും കിട്ടുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു 1962 ജർമ്മനിയിലേക്ക് ആദ്യമായി മലയാളികൾ പോയി തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നേഴ്സുമാർ ജർമ്മനിയിലാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ അതിന് പകരം UK മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും USA, കാനഡ പോലുള്ള രാജ്യത്തിലേക്കും, അയർലൻഡ്, സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിലേക്കുമാണ് ഈ നേഴ്സുമാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ജർമ്മനിയിലേക്ക് ഇത്രയും കുട്ടികളുടെ ഒഴുക്ക് തടയപ്പെട്ടത് അല്ലെങ്കിൽ തടസ്സം വന്നത്? 1974 ജർമ്മൻ ഗവൺമെൻറ് പാസ്സാക്കിയ ഒരു നിയമപ്രകാരം യൂറോപ്പിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ എടുക്കുന്നതിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു നിയമം നിലവിൽ വരികയും അതിൻ്റെ ഫലമായിട്ട് ഏഷ്യയിൽ നിന്ന് പ്രത്യേകിച്ചും ഉള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറയുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകാൻ തുടങ്ങുന്നത്. അത് ഈ ജർമ്മൻ ഭാഷ പഠിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? അല്ല. കാരണം ആ വന്ന നിയമപ്രകാരം അവർക്ക് യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത്രയും കയറിപ്പോകുന്ന എളുപ്പമല്ലാതായിട്ട് മാറി.
അങ്ങനെയാണ് നമ്മൾ ഒരു ഘട്ടത്തിൽ പുറകോട്ട് പോയി. പക്ഷെ അന്ന് 2020 ശരിക്കും ഈ സീൻ മുഴുവൻ ചേഞ്ചായി. ഇപ്പോഴ് ശരിക്കും അവർക്ക് ജർമ്മനിക്ക് മാത്രം 5 ലക്ഷത്തോളം നേഴ്സുമാരുടെ കുറവുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 5 ലക്ഷം പേര്. അതെ. ഇത് കൂടാതെ സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ലക്സംബർഗ്, ലിക്സ്റ്റൻസ്റ്റൈൻ, ഈ ജർമ്മൻ സ്പീക്കിംഗ് രാജ്യങ്ങളായതല്ല, ഈ രാജ്യങ്ങളിലേക്കും ഒത്തിരി നേഴ്സുമാരെയും നേഴ്സിംഗ് സ്റ്റുഡൻസിനെയും ആവശ്യമുണ്ട്. ഈ സാലറിയുമായിട്ടും ജീവിത സൗകര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പം ജർമ്മനിയും മറ്റ് വിദേശ രാജ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു താരതമ്യം പറയാൻ പറ്റുമോ നമുക്ക്? നിലവിൽ ജർമ്മനിയിൽ കിട്ടുന്ന അത്രയും ശമ്പളം വേറൊരു രാജ്യത്തും കിട്ടുന്നില്ല. ലൈഫ് സ്റ്റൈലും ജർമ്മനി പരിഗണിക്കപ്പെടുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ രാജ്യങ്ങളിലൊന്നായിട്ടാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ഇക്കോണമിയുടെ മിടുക്കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയും ഏറ്റവും ഉന്നതമായ ജീവിതവും ഏറ്റവും മുന്തിയ ശമ്പളവും കിട്ടുന്ന രാജ്യം നിലവിൽ ജർമ്മനിയും സ്വിറ്റ്സർലൻഡുമാണ്. UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരു വല്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻസ് കുട്ടികളോട് കാണിക്കുന്നൊരു അവഗണന അല്ലെങ്കിൽ അവഹേളനം എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിൽ പോകുന്ന നമ്മുടെ കുട്ടികളുടെ പഠനവും ജീവിതവും സുരക്ഷിതമാണോ? മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്താൽ ജർമ്മനി വളരെ സുരക്ഷിതമായ രാജ്യമാണ്. നമ്മുടെ ആളുകൾക്ക് അവിടെ നല്ല റെസ്പെക്റ്റ് കിട്ടുന്ന രാജ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും ആളുകൾ തെമ്മാടിത്തരം കാണിക്കാതിരുന്നാൽ മതി. നമ്മുടെ ആളുകൾ നന്നായിട്ട് അവരുടെ നിയമങ്ങൾ പാലിച്ചാൽ ഏറ്റവും നല്ല രാജ്യങ്ങളിലും തീർച്ചയായിട്ടും ജർമ്മനി തന്നെയാണ്. ജർമ്മനിയിൽ പ്രത്യേകിച്ച് പഠിക്കാൻ പോകാൻ വല്ല പ്രവേശന പരീക്ഷ വല്ലതും ഉണ്ടോ? ജർമ്മനിയിൽ പ്രവേശന പരീക്ഷയില്ല. പക്ഷേ അവർ ആവശ്യപ്പെടുന്ന അടിസ്ഥാന ലാംഗ്വേജ് ട്രെയിനിങ് എടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഈ ജർമ്മൻ ഭാഷ പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമാണോ? ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന വൊക്കേഷണൽ ട്രെയിനിങ് കാറ്റഗറിയിലെ എല്ലാ കോഴ്സുകൾക്കും നിർബന്ധമായിട്ടും B2 ലെവൽ പാസ്സായിരിക്കണം. അതാണ് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ അതാണ് ചെയ്യുന്നത്. എന്തൊക്കെ തരം കോഴ്സുകൾക്കാണ് അല്ലെ ഏതൊക്കെ തരം ജോലികൾക്കാണ് അവിടെ ഈ ജർമ്മൻ ഭാഷ പഠിച്ചു പോയാൽ സഹായകരമാകുന്ന കുട്ടികൾക്ക്? ഈ ഹൗസ് ബിൽഡിംഗ് കാറ്റഗറി, അതായത് വൊക്കേഷണൽ ട്രെയിനിങ് കാറ്റഗറിയിൽ നമ്മളെ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്ന ഏതാണ്ട് 27ഓളം കോഴ്സുകളുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രധാനമായിട്ടും ഏറ്റവും ജോബ് സാധ്യതയുള്ളതും ഭാവിയിലേക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തതുമായ കോഴ്സുകളായ നഴ്സിംഗ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, IT സ്പെഷ്യലൈസേഷൻ, ഈ 3 കോഴ്സുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന ലക്ഷ്യമാക്കി പോകുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിച്ച ഈ കോഴ്സ് മാത്രം മതിയാവും അവിടെ ചെല്ലുമ്പോൾ ജോലി കിട്ടാനായിട്ടോ അല്ല പഠിക്കാനായിട്ടോ? അവിടെ പഠിക്കാനായിട്ട് 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ ജോബ് കിട്ടുമെന്ന ഉറപ്പുണ്ട്. കാരണം അത്രയധികം വേക്കൻസികൾ ജർമ്മനിൽ നിലവിലുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് എത്ര വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ? നമ്മളുടെ സ്റ്റുഡൻസ് ഏതാണ്ട് 160-ലധികം സ്റ്റുഡൻസ് ജർമ്മനിൽ ഇതിനകം എത്തിയിട്ടുണ്ട്. ആ സ്റ്റുഡൻസ് എല്ലാവരും അതിലൊരു 90% പേരും നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിലാണ് പഠിക്കുന്നത്. നേഴ്സിംഗ് 3 വർഷം പഠിച്ച് അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ 2025-26 അധ്യയന വർഷത്തിൽ എത്ര കുട്ടികളെ ആയിരിക്കും അച്ഛൻ ടാർഗറ്റ് ചെയ്ത് അവിടെ ജർമ്മനിയിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ 25-26 വർഷത്തേക്ക് 220 സ്റ്റുഡൻസിനെയാണ് ട്രെയിനിങ്ങിനായിട്ട് എടുക്കുന്നത്. അത് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെ? നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ. ഈ ജർമ്മനിയിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ലഭിക്കാനായിട്ട് കുട്ടികളെ നമ്മൾ സഹായിക്കുന്ന രീതിയുണ്ടോ? ജർമ്മനിയിൽ സ്റ്റുഡൻസിന് ആഴ്ചയിൽ 20 മണിക്കൂർ വേണമെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാം. ധാരാളം ജോബ് കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ വിടുന്ന ഹൗസ് ബിൽഡിംഗ് കാറ്റഗറിയിലെ സ്റ്റുഡൻസിന് അവർക്ക് അല്ലാതെ തന്നെയും 1 ലക്ഷം രൂപയോ അതിലധികമോ സ്റ്റൈഫൻഡ് കിട്ടുന്നവരാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പാർട്ട് ടൈം ജോബിൻ്റെ പ്രസക്തിയുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡീഷണലായിട്ടൊരു വരുമാനമായിട്ട് അവർക്ക് ജോബ് ചെയ്യാവുന്നതാണ്. ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഈ സ്റ്റൈഫൻഡ് കൊണ്ട് തന്നെ അവിടെ ജീവിക്കാനും അവരുടെ ഫീസ് കൊടുക്കാനും എല്ലാം അത് തന്നെ പര്യാപ്തമാകും അല്ലേ? 100%. പിന്നെ അവർക്ക് നാട്ടിലേക്ക് അയക്കാൻ വല്ലതും പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡൻസ് വീടുകളിലേക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ 40,000, 50,000, 60,000 രൂപ വരെയൊക്കെ അയക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇപ്പോഴും. ഈ പഠിക്കുന്ന കുട്ടികൾ പാർട്ട് ടൈം കൂടെ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും വലിയൊരു വരുമാനമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും കിട്ടും. തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഇപ്പോൾ ചെയ്യുന്ന പല സ്റ്റുഡൻസ് ഉണ്ട്. പാർട്ട് ടൈം ജോബ് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. പഠിച്ചുപോയ കുട്ടികളും വീണ്ടും സംഗതിയുമായിട്ട് എങ്ങനെയാണ് ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്? എല്ലാ സ്റ്റുഡൻസും തന്നെ നമ്മളുമായിട്ട് അവിടെ നല്ല ബന്ധത്തിലാണ്. കാരണം നമ്മുടെ ജർമ്മൻ ടീം തുടർന്നുള്ള അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ളതുകൊണ്ട്
ഈ സ്റ്റുഡൻസ് പഠിച്ചു തീർന്നവരെയും പഠിച്ച് ജോബിലായിക്കഴിഞ്ഞ ശേഷവും നമ്മളുടെ ജർമ്മൻ ടീമുമായിട്ടും ഇന്ത്യൻ ടീമുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നവരാണ്. സംഗതി ഫുള്ളി റെസിഡൻഷ്യൽ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സാധാരണ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. പക്ഷേ എൻ്റെ പ്രത്യേകത സ്റ്റുഡൻസ് തന്നെയാണ് ഹൗസ് റൺ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് മെനു നിശ്ചയിക്കുന്നതും എൻ്റർടൈൻമെൻറ്റ്സ് നിശ്ചയിക്കുന്നതും ടൈം ടേബിൾ നിശ്ചയിക്കുന്നതും അവരുടെ ഔട്ടിംഗ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമ, മ്യൂസിക്, ഡാൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിൻ്റെ തന്നെ കൗൺസിലുണ്ട്. അവരും അവരുടെ കീഴിൽ വരുന്ന പല കമ്മിറ്റികളുണ്ട്. സ്റ്റുഡൻസ് തന്നെയാണ് അതെല്ലാം നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവരുടെ മെനു ഇവർ തന്നെയാണ് നിശ്ചയിക്കുന്നത്? മെനു സ്റ്റുഡൻസ് തന്നെയാണ് നിശ്ചയിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ സെർവ് ചെയ്യുന്നു, കുട്ടികൾ തന്നെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു, എല്ലാം ചെയ്യുന്നു. ഇത് അവരെ എങ്ങനെയാണ് പ്രത്യേകം പരിശീലിപ്പിക്കുന്നതാണോ അച്ഛൻ? ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു പരിശീലനമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ വർക്ക് ചെയ്യും, അവർ തന്നെ അവരുടെ ഫുഡ് പോലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യും, ഹൗസ് മാനേജ് ചെയ്യും. എല്ലാം സ്റ്റുഡൻസ് തന്നെ ഭാവിയിൽ കുടുംബങ്ങളെ നോക്കേണ്ടവരല്ലേ അവര്. അതിന്റെ ഭാഗമായി പെൺകുട്ടികൾ. അതെ. അപ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധം അവരെ ഇപ്പോഴേ തന്നെ പഠിപ്പിക്കുകയാണ്. ജോലി എന്നാലും ഉപരിയായിട്ട് അവർക്ക് ഇത്രയും കാര്യങ്ങളിൽ ഒരു പരിശീലനം കൊടുക്കുന്നു. അപ്പോൾ ഞാനത് പ്രത്യേകം കണ്ടാന്ന് വെച്ചാൽ കുട്ടികൾ ഇവരിപ്പോൾ ഞാൻ ഇവരെ പൂഴ്ത്തി പറയല്ല, ഇവർ വന്നപ്പോൾ തന്നെ അവർ വളരെ ആക്റ്റീവായിട്ട് അവരത് വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നൊരു ഫീൽ അവിടെ കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അങ്ങനൊരു കാര്യം അച്ഛനൊരു ചോദിച്ചത്. പിന്നെ മറ്റൊരു കാര്യം കണ്ട് ഇവരുടെ ഫുഡിന് പ്രത്യേക മെനു അങ്ങനെ വല്ലതും നിഷ്കർഷിച്ചിട്ടുണ്ടോ? ഇവരുടെ ഫുഡ് മെനു നിശ്ചയിക്കുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. അവരുടെ പൊതുവായിട്ട് അത് ഡിസ്കഷൻ വരും. അതിൻ്റെ ഫലമായിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു മെനു ഉണ്ടാവും. ആ മെനു ആണ് പിന്നെ ആ ഒരു ട്രെയിനിങ് പീരീഡിൽ ഫോളോ ചെയ്യുന്നത്. അതിൽ നോൺ വെജ് മെനു ആണ് കൂടുതൽ സമയവും. വെജ് മെനു വരുന്നത് നൊയമ്പ് കാലത്താണ്. ഇപ്പോൾ ഈ ഒരു മെനു എന്ന് പറയുമ്പോഴത്തെ ഫുഡ് എന്ന് പറയുമ്പം ഒരു ദിവസത്തെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഇത് ഈ 3 നേരമോ 4 നേരം എത്ര നേരമാണ് ഭക്ഷണത്തിൻ്റെ? അവർ രാവിലെ 8 മണിക്ക് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 11:15 മണിക്ക് ഇവർക്ക് വീണ്ടും ഒരു റിഫ്രഷ്മെൻറ്റ് എന്തെങ്കിലും കുടിക്കാനും പിന്നെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് കൊടുക്കും. ഉച്ചയ്ക്ക് ലഞ്ച്, 4:15 വീണ്ടും ചായയും കടിയും കൊടുക്കും. രാത്രി 8 മണിക്ക് സപ്പർ. അപ്പോൾ ശരിക്കും 5 നേരം ഭക്ഷണമുണ്ട്. കൂടാതെ രാത്രി കിടക്കും മുൻപായിട്ട് ഇവർ സൂപ്പ് കുടിക്കും. ആണല്ലേ? സാധാരണ ലെവലിൽ കുട്ടികൾ പഠിക്കുന്ന കാലത്ത് വീട്ടിലേക്ക് പോകാനാണ് വെമ്പൽ കൊള്ളുന്നത്. കാരണം വീട്ടിൽ ചെല്ലുമ്പം വായിക്ക് രുചിയുള്ള ഭക്ഷണമൊന്നും, ഇവിടെ തന്നെ ഇത്രയും രുചിയുള്ള ഭക്ഷണം കൊടുത്തപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ പോകാൻ തോന്നിയ അല്ല, കുട്ടികൾ ജീവിതം ആസ്വദിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം അവർ ആസ്വദിക്കേണ്ട ഒന്നാണ് ഫുഡ്. അത് കൂടാതെ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ്സ് അതെല്ലാം അവർ ആസ്വദിക്കേണ്ടതാണ്. കാരണം അവരുടെ ഈ പ്രായം നല്ല ഓർമ്മകൾ ഇവിടെ നിന്ന് കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെയാണ് ഒരുക്കുന്നത്. അപ്പോൾ നല്ല കിച്ചണുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെങ്ങനെ ഇവിടെ കുട്ടികളുടെ സഹായമുണ്ടോ അതോ ഇവർ വേറെ ആളുകളാണോ പാചകം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? പാചകത്തിന് വേറൊരു ടീമുണ്ട്. നമുക്ക് രണ്ടിടത്തുമായിട്ട് 7 സ്റ്റാഫുണ്ട്. പക്ഷേ സ്റ്റുഡൻസ് ചില സമയങ്ങളിൽ ബാർബിക്യൂ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡിഷസ് ഉണ്ടാക്കുക, ആ സമയത്ത് അവർ കിച്ചണിൽ വരികയും അവരുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഈ ഓർഗാനിക് ഭക്ഷണം രീതി അങ്ങനെ വല്ലതും പ്രത്യേകിച്ചുണ്ടോ? ഓർഗാനിക് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ തന്നെ ഒരു ചെറിയ ഫാം കോമ്പൗണ്ട് ഉണ്ട്. അവിടെ നിന്നുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കി കുറേ സാധനങ്ങൾ പുറത്തുനിന്ന് ഇറച്ചി മീനൊന്നും നമുക്ക് ഓർഗാനിക് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പറയാൻ പറ്റുകയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കുറേയധികം മീനും കോഴി, താറാവ് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ തന്നെയാണ്, നമ്മുടെ ഫാമിൽ നിന്ന് തന്നെയുള്ളതാണ് കൊടുക്കുന്നത്. അത് ശരിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫാമുള്ളത് നല്ലതാണ്. കാരണം ഇവിടുത്തെ പ്രത്യേകിച്ച് വരുന്ന ഇത്തരം ഭക്ഷണത്തിൻ്റെ എന്ത് പറഞ്ഞാലും കുറേ വേസ്റ്റ് വരും. ആ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഇത്തരം പരിപാടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായകരമാകും. അതുകൊണ്ട് തന്നെ ആയിരിക്കും. കാർഷിക മേഖലയിൽ അച്ഛനുള്ള പ്രത്യേക പരിശീലനമോ എന്തെങ്കിലും ഉണ്ടോ, അതോ അച്ഛൻ കൃഷിക്കാരനായിരുന്നോ, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ? നമ്മൾ ജർമ്മൻ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന്
ഒരു ഓർഗാനിക് പ്രോജക്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ഉവ്വ. അതിവിടെ തന്നെയാണോ? അതിവിടെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം കർഷകർക്ക് ഓർഗാനിക് ഫാമിങ്ങിൽ ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടൊരു മോഡൽ ഫാം നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. അതാണിപ്പം നമ്മൾ നമ്മുടെ ഫാമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം കർഷകർ ഇപ്പോഴും ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിലും അച്ഛൻ്റെ സ്വാധീനവും പ്രസൻസും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കാർഷിക മേഖല എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അത് കൃഷിക്കാരനാണ് ഒരു നല്ല വൈദികനാകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഇവിടുത്തെ ബർത്ത്ഡേ ഒക്കെ വലിയ ആഘോഷമാണ്, കേക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയാണ്. എന്താണ് അതിനെക്കുറിച്ച്? ബേക്കറിയൊക്കെ ഉണ്ട് ഇവിടെ? അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു ബേക്കറി യൂണിറ്റ് ഉണ്ട്. കാരണം കുട്ടികൾക്ക് കേക്ക് കൂടാതെ അവർക്ക് എല്ലാ ദിവസവും അവർക്ക് ആവശ്യമായി വരുന്ന സ്നാക്സ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ബേക്കറി ഐറ്റംസിൽ ഒത്തിരി അഡൾട്രേഷൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് കുട്ടികൾക്ക് നല്ല ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കാൻ നമ്മുടെ തന്നെ ബേക്കറിലാണ് എല്ലാം ഉണ്ടാക്കുന്നത്. ബർത്ത്ഡേ കേക്ക്, ക്രിസ്മസ് ടൈമിന് കേക്ക്, പിന്നെ എല്ലാ ദിവസവും ആവശ്യം വരുന്ന പപ്സ്, കുക്കീസ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ നമ്മൾ തന്നെ ഇറ്റാലിയൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതായിരിക്കും. ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ജർമ്മൻ ഫുഡ് ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പരീക്ഷണത്തിനായി കൊടുക്കുന്നുണ്ട്, കാരണം അവിടെ ചെല്ലുമ്പോൾ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടോ? ഇവർക്ക് ജർമ്മൻ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. എങ്ങനെയുണ്ട് ആ ഭക്ഷണം? രുചികരമാണോ? കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? കുട്ടികൾക്ക് ഇഷ്ടമാണ്. ബേസിക്കലി കുട്ടികൾക്ക് ഇഷ്ടമാണ്. അത് ബേസിക്കലി ഗോതമ്പ് ബേസാണോ അതോ മീറ്റ് ബേസാണോ? എന്താണ്? അവർക്ക് എരിവ് കുറവുള്ള ഫുഡാണ് കൂടുതലായിട്ടും നമ്മൾ അങ്ങനെ കോണ്ടിനെൻ്റലിലേക്ക് വരുമ്പോൾ ചെയ്യുന്നത്. അതാണ് അവർക്ക് ഇഷ്ടം. അത് നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കി കുട്ടികൾക്ക് നൽകുന്നുണ്ട്. കാരണം നമ്മുടെ പാർട്ട്ണർ സംഘടനയിൽ നിന്നും, സമർ ജർമ്മനിയിൽ നിന്നും, സമർ ഓസ്ട്രേലിയയിൽ നിന്നും, സമർ ഇറ്റാലിയയിൽ നിന്നുമൊക്കെ നമ്മുടെ പ്രവർത്തകരും അതിൻ്റെ ഭാരവാഹികളൊക്കെ എല്ലാ വർഷവും താമസിക്കാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അവരുടെ ഫുഡാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കിച്ചൺ ഓൾറെഡി നമ്മുടെ അത്തരം ഫുഡ് ഉണ്ടാക്കാനായിട്ട് എക്യുപ്ഡാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചാപ്പലിലേക്കാണ് നോക്കിയത്. അപ്പോൾ ഇവിടെ വരുമ്പം പ്രത്യേകിച്ച് കാണുന്നത് ഈ രൂപം തന്നെയാണ്. ഈ രൂപം, അപ്പോൾ ഇതിനെക്കുറിച്ച്, കാരണം ഇങ്ങനെയൊരു പ്രത്യേകമായ ശില്പഭംഗിയിൽ തീർത്തിരിക്കുന്ന രൂപം എന്ന് പറയുന്നത് മാത്രമല്ല, ഒരു വളരെ ഭംഗി മാത്രമല്ല, അതിനോടൊരു ആരാധനയും പ്രാർത്ഥനയൊക്കെ നമുക്ക് തന്നെ തോന്നും. അതുപോലെ ഒരു മാതാവിൻ്റെ ഇവിടെ നിൽക്കുന്ന മാതാവിൻ്റെ കണ്ണിൽ നിന്നും രക്തം പാർന്നിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. എന്താണ് അച്ഛൻ അതിനെക്കുറിച്ച് സംഭവം എന്ന് പറയാൻ പറ്റുമോ? ഇത് 2007 മാതാവിൻ്റെ കണ്ണിൽ നിന്നും ആദ്യം ഒരു സുഗന്ധദ്രവ്യം ഒഴുകി. പക്ഷേ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ കട്ട രക്തം ഒഴുകാൻ തുടങ്ങി. അത് പിന്നീട് ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം പല സമയത്തായിട്ട് ഒത്തിരി കണ്ണിൽ രക്തം ഒഴുകുന്നത് ഒത്തിരി പേർ കാണുകയും, അന്ന് ഇവിടെ കൊച്ചു കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കാലമാണ്. കൂടാതെ ആ സമയത്ത് തന്നെ ഇവിടെ ഈ പരിസരം മുഴുവനും സുഗന്ധം പരക്കുകയും ചെയ്യും. അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണിത്. അന്ന് പഠിച്ച വിദ്യാർത്ഥികളും അന്ന് ജോലി ചെയ്ത സ്റ്റാഫ് ഉൾപ്പെടെ പലരും മാതാവിനെ നേരിട്ട് കണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇപ്പോഴും ഈ ചെറിയ ഒരു പ്രാർത്ഥനാലയമാണ്, പക്ഷേ ഒത്തിരി ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്ന ഒരിടമാണ്. കുട്ടികൾക്കും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ടായിരിക്കും തന്നെ കുട്ടികളിവിടെ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയുന്നത്. ഈ രൂപത്തെക്കുറിച്ച് അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു രൂപം സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച്? ഇത് ഒരു വളരെ പഴയ ഒരു ഇറ്റാലിയൻ രൂപത്തിൻ്റെ മാതൃക വെച്ചുകൊണ്ട് ചെയ്തേക്കുന്നതാണ്. അച്ഛൻ തന്നെ ക്രിയേറ്റ് ചെയ്യിച്ചതാണ്? അത് തന്നെ, വാങ്ങിച്ചല്ല. അല്ലല്ല, ഇത് നമ്മൾ തന്നെ ചെയ്യിച്ചതാണ്. അതും പിന്നെ ഇപ്പോൾ ഈ അൾത്താരയിലാണെങ്കിലും ഇത് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ആൽഫയും ഒമേഗയും, അതായത് ആദിയും അന്ത്യവും, അത് ക്രിസ്തുവാണ്. അതിൻ്റെ സിംബോളിക് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ പെൺകുട്ടികളെ മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ ആൺകുട്ടികളൊപ്പം എങ്ങനെയാണ്? നമുക്ക് 3 ക്യാമ്പസുകളാണ് സാർ. അതിൽ 2 ക്യാമ്പസുകൾ ഗേൾസിനും 1 ക്യാമ്പസ് ബോയ്സിനുമാണ്. അപ്പോൾ ബോയ്സിൻ്റെ എവിടെയാണ്? ബോയ്സിൻ്റെ ക്യാമ്പസ് ഇവിടെ പള്ളോട്ടി ഫാദേഴ്സിൻ്റെ ഒരു ക്യാമ്പസ് ഉണ്ട്, അവിടെയാണ് ബോയ്സിന്. അവിടെ 80 ബോയ്സാണുള്ളത്. ഇവിടെ 2 ക്യാമ്പസുകളായിട്ട് നമ്മൾ 150 ഗേൾസിനെ ഹൗസ് ചെയ്യുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ ഈ ഗുരുകുല സമ്പ്രദായം തന്നെയാണ് അവിടെയും കുട്ടികൾ? എല്ലായിടത്തും ഒരേ ട്രെയിനിങ് തന്നെയാണ്. ആണല്ലേ? എല്ലാ ട്രെയിനിങ്ങും എല്ലാ ഫുഡും എല്ലാം ഇവൻസും എല്ലാം സെയിം തന്നെയാണ്.
എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റി ഇവിടെ നന്നായിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവിടുത്തെ റീലുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രൊമോഷൻ റീലുകളും ഷോർട്സുകളും ഒക്കെ കാണുമ്പോൾ കുട്ടികൾ നല്ല ഫാൻറ്റാസ്റ്റിക് ആയിട്ട് ഏറ്റവും മനോഹരമായി ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിൻ്റെ ടാലൻറ്റോടുകൂടി ടച്ചോടുകൂടി തന്നെ കുട്ടികൾ പെർഫോം ചെയ്യുന്ന കാണാം. അപ്പോൾ ഞാനിവിടെ വന്ന് ഈ ഓഡിറ്റോറിയം ഒക്കെ കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ഇതിങ്ങനെ പരിശീലിപ്പിക്കുന്ന ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രമാണ്. എങ്ങനെയാണ് അച്ഛൻ ഇത്തരം കാര്യങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശദീകരിക്കാമോ? ഇവിടെ വന്ന സ്റ്റുഡൻസിന് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് വളർത്താനുള്ള പല വേദികളുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഡാൻസ് അക്കാഡമി ഉണ്ട്, മ്യൂസിക് അക്കാഡമി ഉണ്ട്, യോഗയുണ്ട്, മാർഷൽ ആർട്സ് ഉണ്ട്, ഈവൻ ബ്ലോഗേഴ്സിൻ്റെ ക്ലബ്ബുണ്ട്, പിന്നെ ട്രാവലേഴ്സിന് ഇഷ്ടപ്പെടുന്ന അവരുടെ ക്ലബ്ബുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വേദികളുണ്ട്. കൂടാതെ ഈ കുട്ടികൾക്ക് ഇവിടെ പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാ ദിവസവും ഇവർക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ വൈകുന്നേരങ്ങളിൽ പ്രാക്ടീസ് ഉണ്ടാകും. കൂടാതെ ഇവരുടെ എല്ലാ ദിവസവുമുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, ഈവൻ ചെറിയ ഔട്ടിങ്, ബീച്ചിൽ പോകുക അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ പോകുക. കൂടാതെ ഇവർക്ക് എല്ലാ ബാച്ചിനും ദിവസങ്ങൾ നീളുന്ന ടൂർ പ്രോഗ്രാം, അത് 3-4 ദിവസം നീളുന്ന പ്രോഗ്രാമുണ്ട്. പിന്നെ ഇവർ നിശ്ചയിക്കുന്ന മോഹനൻ്റെ എന്ന് പറയുന്ന വീക്കെൻഡുകളിൽ ഇവർക്ക് ബാർബിക്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യാം. ചിലപ്പോൾ അവർ തന്നെ അത് DJ പാർട്ടി പോലെയൊക്കെ ആക്കിയെടുക്കും. അങ്ങനെയുള്ള അവർ തന്നെ നിശ്ചയിക്കുന്ന നിരവധി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് അവർക്കുണ്ട്. അതുകൊണ്ട് അവരുടെ ലൈഫ് ഇവിടെ ഒത്തിരി എൻജോയബിളാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കാനായിട്ടുള്ള കാരണം അതാണ്. തീർച്ചയായിട്ടും. കാരണം അവരിവിടെ ജർമ്മൻ മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു ഏജിൽ അത് അവർക്കൊരു നല്ല കാര്യമല്ല. കാരണം അവർക്കൊത്തിരി നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രായം കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ ജീവിതത്തിൽ ഇവിടെ കഴിഞ്ഞ 9 മാസക്കാലം ഒത്തിരി നല്ല ഓർമ്മകളും നല്ല ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരിടം കൂടിയാണിത്. അപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ജീവിക്കാൻ ഉതകുന്ന എല്ലാ ദർശനങ്ങളും ലഭിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് നാളെ എങ്ങനെയാണ് ഭാവി കെട്ടിപ്പടുക്കേണ്ടതെന്നുള്ള രൂപരേഖ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. അത് സാറ് ചോദിച്ച വളരെ പ്രസക്തമാണ്. കാരണം ഞങ്ങൾ പറയാറുണ്ട് ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് 2ാം സ്ഥാനത്താണ്. ഞങ്ങൾ ആദ്യ സ്ഥാനം കൊടുക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവ വ്യക്തിത്വ വളർച്ചയ്ക്കാണ്. കാരണം നാളത്തെ ഭാര്യ അല്ലെ ഭർത്താവ്, നാളത്തെ കുടുംബനാഥൻ അല്ലെ കുടുംബനാഥ, നാളെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കേണ്ടവർ. അപ്പോൾ അവർക്ക് ആ ഉത്തരവാദിത്തങ്ങൾ ഈ പ്രായത്തിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഒരുക്കുക കൂടെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശീലനങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ ധ്യാനവും പ്രാർത്ഥനയും മാത്രമല്ല, ജീവിതത്തിൽ മനുഷ്യനെ ധ്യാനത്തിനൊപ്പം നടത്തിക്കൊണ്ട് പോവുകയും വലിയൊരു ഭാവിയിലേക്ക് അവനെ കൈപിടിച്ച് നടത്തുകയും ചെയ്യേണ്ട ദൗത്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ തീർച്ചയായിട്ടും അംഗീകരിക്കാനും അതുപോലെ അനുമോദിക്കാതിരിക്കാനും നിർവാഹമില്ല. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംഹതിയുടെ ഡയറക്ടർ ഫാദർ ആൻ്റണി ജേക്കബുമായിട്ടുള്ള നിന്ന സംഭാഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുക മാത്രമല്ല, വിശുദ്ധരായി തന്നെ ജനങ്ങളെ വാർത്തെടുക്കുക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യം, അതും പഠിക്കാൻ വരുന്ന കുട്ടികളെ കൊണ്ട് ജീവിത ദർശനങ്ങൾ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നല്ല മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് വഴി അച്ഛൻ നടക്കുന്ന ഈ പരിശീലനം അവർക്ക് നാളെ ഏറെ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജർമ്മനിയിൽ പോയി 10 കാശുണ്ടാക്കുക, പുത്തനുണ്ടാക്കുക എന്നോ മാത്രമല്ല അച്ഛൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവിടെ പോയി ഒരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ അവൻ ഒരിക്കലും മൂല്യങ്ങൾ മറന്നു പോകരുത് എന്ന് ആശംസിക്കുന്നു, അറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് അച്ഛൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ സംഹതിയിലേക്ക് പറഞ്ഞയക്കാൻ ഒന്നുകൊണ്ട് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ആ കുട്ടികൾ നാളത്തെ പ്രസിദ്ധരായ പൗരന്മാരായിത്തീരും. അവർ നാളത്തെ ഏറ്റവും മികവുറ്റ ലീഡേഴ്സായി മാറും, അല്ലെ കുടുംബസ്ഥരായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുഡ് ബൈ.